early humans from trees to caves and open-air sites. We can find out the places of residence of the hominids by plotting the distribution of artifacts. ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അതിന് ചില മാർഗങ്ങളുണ്ട്. ആദിമ മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ഉപകരണങ്ങളും ആയുധങ്ങളും ചിതറിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയാൽ അവിടെ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. Thousands of flake tools and hand axes have been excavated at Kilambe and Olorgesailie in Kenya. കെനിയയിലെ കിളംബോ, ഒലോർഗിസൈൽ എന്ന് പറയുന്ന ഈ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് കൽപ്പാളികൾ കൊണ്ടുള്ള കൽച്ചീളുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൽമഴു, കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മഴു ഒക്കെ അവിടെ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഈ ചിത്രങ്ങൾ നോക്കുക. ദ സൈറ്റ് ഓഫ് ഒലോർഗിസൈലി, ഒലോർഗിസൈലി എന്ന് പറയുന്ന സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ക്ലോസ് അപ്പ് ഓഫ് ടൂൾസ് ഫൗണ്ട് അറ്റ് ദ സൈറ്റ് ഇൻക്ലൂഡിംഗ് ഹാൻഡ് ആക്സസ്. ഇവിടെ അവരുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഒക്കെ ഇവിടെ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇൻക്ലൂഡിംഗ് ഹാൻഡ് ആക്സസ്, കൽമഴുവിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. In some areas, food resources were abundant and people visited repeatedly. In such areas, people would leave traces of their activities and presences, including artifacts. ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ ആദിമ മനുഷ്യർ നിരന്തരം സന്ദർശിക്കുമായിരുന്നു. സ്വാഭാവികമായും അവർ അന്ന് ഉപയോഗിക്കുന്ന ശില കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ അവിടെ ചിതറിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ചിതറിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദേ ഡിപ്പോസിറ്റഡ് ആർട്ടിഫാക്ട്സ് വുഡ് അക്യുമുലേറ്റഡ് ഇൻ വൺ പ്ലേസ്. ദ പ്ലേസ് വെയർ ലെസ് വിസിറ്റഡ് വുഡ് ഹാവ് ഫ്യൂവർ ആർട്ടിഫാക്ട്സ്. ഇങ്ങനെ നിരന്തരം സന്ദർശിക്കുന്ന പ്രദേശങ്ങളിൽ അവരുപയോഗിച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കൾ ചിതറിക്കിടക്കും. എന്നാൽ അവർ വളരെ കുറച്ച് മാത്രം സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ആദിമ മനുഷ്യർ എവിടെയായിരുന്നു അവരുടെ കേന്ദ്രങ്ങൾ എന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. ബിറ്റ്വീൻ 4 lakhs and 1,25,000 years ago, caves and open air sites began to be used. ആദിമ കാലത്ത് മരങ്ങളിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് 4 ലക്ഷം വർഷത്തിനും 1,25,000 വർഷത്തിനും ഇടയിൽ മനുഷ്യർ ഗുഹകളിലേക്കും തുറസായ സ്ഥലങ്ങളിലേക്കും താമസം ആരംഭിച്ചു. ഇൻ ദി ലാസററ്റ് കേവ് ഇൻ സദേൺ ഫ്രാൻസ്, എ 12 into 4 meter shelter was built. Inside it were 2 hearths and evidence of different food sources. ദക്ഷിണ ഫ്രാൻസിലെ ലാസററ്റ് ഗുഹയിൽ നിന്ന് 12 into 4 meter വിസ്താരമുള്ള ഒരു സങ്കേതം കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 അടുപ്പുകളുണ്ട്. അത് മാത്രമല്ല ധാരാളം ഭക്ഷ്യവിഭവങ്ങളുടെ അവശിഷ്ടങ്ങളും കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പം അത് ആദിമ മനുഷ്യർ താമസിച്ച സ്ഥലമാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അറ്റ് ടെറ അമാട്ട in southern France, a shelter with a roof of wood and grass were built for short-time seasonal visit. അതുപോലെ തന്നെ ദക്ഷിണ ഫ്രാൻസിലെ തന്നെ ടെറ അമാട്ട എന്ന് പറയുന്ന സ്ഥലത്ത് മരം കൊണ്ട് നിർമ്മിച്ച മേൽക്കുരയും പുല്ലൊക്കെ മേഞ്ഞ ഒരു താൽക്കാലിക സങ്കേതം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇത് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ആദിമ മനുഷ്യർ നിർമ്മിച്ചതാണെന്ന് കരുതുന്നു. Pieces of baked clay and burnt bones along with stone tools have been found at some sites in South Africa. We don't know where these result of a natural bushfire or volcanic eruption or controlled use of fire. അതുപോലെ തന്നെ ദക്ഷിണ ആഫ്രിക്കയിലെ ചില കേന്ദ്രങ്ങളിൽ കളിമണ്ണും
തീയിൽ ചുട്ട കളിമണ്ണൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. കളിമണ്ണിൻ്റെ അവശിഷ്ടങ്ങൾ, തീയിൽ ചുട്ട കളിമണ്ണിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആയുധങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. വി ഡോണ്ട് നോ വേർ ദിസ് റിസൾട്ട് ഓഫ് നാച്ചുറൽ ബുഷ് ഫയർ, കുറ്റിക്കാടുകൾക്ക് തനിയെ തീ പിടിച്ചത് ഇങ്ങനെ സംഭവിച്ചതാണോ, അതോ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉണ്ടായ തീയാണോ, അതോ മനുഷ്യർ ആവശ്യത്തിന് വേണ്ടി കത്തിച്ച തീയാണോ എന്നൊന്നും കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. യൂസ് ഓഫ് ഫയർ, തീയുടെ ഉപയോഗം നമുക്കെല്ലാം അറിയാം. ടു പ്രൊവൈഡ് വാംത്ത് ആൻഡ് ലൈറ്റ് ഇൻസൈഡ് കേവ്സ്, ഗുഹയുടെ അകത്ത് വെളിച്ചവും ചൂടൊക്കെ നിലനിർത്താൻ തീ അത്യാവശ്യമായിരുന്നു. ടു ഹാർഡൻ വുഡ്, മരങ്ങളെ കാഠിന്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടി തീ ഉപയോഗിക്കാറുണ്ട്. മരങ്ങൾ, പച്ചമരം അല്ലെങ്കിൽ ഉണങ്ങാത്ത മരം തീയിൽ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീയിൽ നന്നായി ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറേ വർഷം നിൽക്കും. നല്ല ഉറപ്പ് അതിന് ലഭിക്കും. ടു ഹാർഡൻ വുഡ്. ടു സ്കെയർ അവേ ഡേഞ്ചറസ് അനിമൽസ്, ഹിംസ്ര ജന്തുക്കളെ അകറ്റി നിർത്താൻ വേണ്ടി തീ ഉപയോഗിക്കാറുണ്ട്. ഇന്നും ഹിംസ്ര ജന്തുക്കളൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ തീ കൂട്ടിയിട്ടാണ് ആ മൃഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. ഫോർ കുക്കിംഗ്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഫ്ലേക്കിംഗ് ടൂൾസ്, ശിലാപാളികൾ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തീ ഉപയോഗിക്കും. എങ്ങനെയാണ്? ശിലയെ അല്ലെങ്കിൽ കല്ലിനെ നന്നായി ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് തണുപ്പിക്കുകയാണെങ്കിൽ കല്ല് പൊട്ടിപ്പോകാൻ, കഷ്ണങ്ങളായി തീരാൻ സാധ്യതയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കല്ലുകളെ ചെറിയ ചീളുകളായി മുറിച്ചെടുക്കാൻ വേണ്ടി ഈ ഫ്ലേക്കിംഗ് ടൂൾസ്, ഈ തീ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെയാണ് തീ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. early humans making tools, ആദിമ മനുഷ്യർ ഉപകരണം നിർമ്മിക്കുന്നു. Greater memory and complex organizational skills require for making tools. ഉപകരണങ്ങൾ നിർമ്മിക്കാൻ നല്ല ഓർമ്മശക്തിയും സംഘാടക വൈദഗ്ധ്യവും വേണമായിരുന്നു. The earliest evidence for making and use of stone tools came from sites in Ethiopia and Kenya. കെനിയയിൽ നിന്നും എത്യോപ്യയിൽ നിന്നുമാണ് ഏറ്റവും പഴക്കം ചെന്ന ശില കൊണ്ടുള്ള ആയുധങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ളത്. The earliest tool makers were the Australopithecus. ആസ്ട്രലോപിത്തക്കസുകളാണ് ആദ്യമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് കരുതുന്നത്. The earliest tool makers were the Australopithecus. അവരെയാണ് ആദ്യത്തെ ഉപകരണ നിർമ്മാതാക്കൾ എന്ന് വിളിക്കുന്നത്. We don't know whether tool making was done by men or women or both. ഈ ഉപകരണങ്ങൾ നിർമ്മിച്ചത് സ്ത്രീയാണോ പുരുഷനാണോ, ഇവർ രണ്ടുപേരും ചേർന്നാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ചിത്രം നിങ്ങൾ നോക്കുക. Some early tools found in Oduai. The one above is chopper. ഈ മുകളിൽ കാണുന്നത് ഒരു ചോപ്പറാണ്. ചോപ്പർ എന്ന് പറഞ്ഞാൽ കത്തിയാണ്, കത്തി പോലെയുള്ള വസ്തു, മാംസമൊക്കെ മുറിച്ചെടുക്കാനുള്ള ചോപ്പർ. വൺ ബിലോ ഈസ് എ ഹാൻഡ് ആക്സ്. ഹാൻഡ് ആക്സ്. താഴെ കാണുന്നത് ഒരു കൽമഴുവാണ്. മഴു, വെട്ടി മുറിക്കാനൊക്കെയുള്ള കൽമഴുവാണ്. About 35,000 years ago, there was changes in human tool making. 35,000 വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യന്റെ ഉപകരണ നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. They began to use new kinds of tools such as spear throwers and the bow and arrows were used for killing animals. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ എറിയാവുന്ന കുന്തങ്ങൾ കണ്ടുപിടിച്ചത്. മൃഗങ്ങളെ പിടിക്കാനായിട്ട്, വേട്ടയാടാനായി സ്പിയർ ത്രോവേഴ്സ്, എറിയുന്ന കുന്തങ്ങൾ ഉപയോഗിച്ചു. ആൻഡ് ദി ബൗ ആൻഡ് ആരോസ്, അമ്പും ബില്ലും ഈ കാലത്താണ് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? വേർ യൂസ് ഫോർ കില്ലിംഗ് അനിമൽസ്, മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടായിരുന്നു. ദ മീറ്റ് വാസ്
processed by removing the bone, followed by drying, smoking and storage. ഇങ്ങനെ പിടികൂടുന്ന മൃഗങ്ങളെ അസ്ഥികളെല്ലാം മാറ്റിയതിന് ശേഷം മാംസം ഉണക്കി സൂക്ഷിച്ചു. ഡ്രൈയിങ്, സ്മോക്കിംഗ് ആൻഡ് സ്റ്റോറേജ്, പുകയിട്ടും ഉണക്കിയൊക്കെ സൂക്ഷിച്ചു. Thus food could be stored for later consumption. പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ മാംസം പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി തുടങ്ങി. ട്രാപ്പിംഗ് ഓഫ് ഫർ ബിയറിംഗ് അനിമൽസ് ആൻഡ് ദി ഇൻവെൻഷൻ ഓഫ് സ്വിംഗ് നീഡിൽസ് വേർ അതർ ചേഞ്ചസ്. മറ്റ് മാറ്റങ്ങളാണ് ട്രാപ്പിംഗ് ഓഫ് ഫർ ബിയറിംഗ് അനിമൽസ്. രോമം ഉള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു. എന്തിനായിരിക്കാം? വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി. ആൻഡ് ഇൻവെൻഷൻ ഓഫ് സ്വിംഗ് നീഡിൽസ്, തുന്നാനുള്ള സൂചി കണ്ടുപിടിച്ചത് ഈ കാലത്താണ്. ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ദ സ്വിൻ ക്ലോസ് കംസ് ഫ്രം അബൌട്ട് 21,000 years ago. 21,000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ തയ്ച്ച അല്ലെങ്കിൽ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി തുടങ്ങിയത്. പഞ്ച് ബ്ലേഡ് ടെക്നിക്സ് ഒരു പുതിയ സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടെത്തി. പഞ്ച് ബ്ലേഡ് ടെക്നിക് എന്നാണ് പറയുന്നത്. പഞ്ച് ബ്ലേഡ് ടെക്നിക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മേക്ക് സ്മോൾ ചിസൽ ലൈക്ക് ടൂൾസ്. ചെറിയ ഉളി പോലെയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പഞ്ച് ബ്ലേഡ് ടെക്നിക്സ് ഉപയോഗിച്ചത്. ഇറ്റ് വാസ് നൗ പോസിബിൾ ടു മേക്ക് എൻഗ്രേവിംഗ് ഓൺ ബോൺ, ആൻഡ്ലർ, ഐവറി ഓർ വുഡ്. ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഉളി പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് അസ്ഥികളിലും മാൻകൊമ്പുകളിലും ആനക്കൊമ്പിലും മരത്തിലൊക്കെ അവര് ചിത്രപ്പണി ചെയ്യാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ കൊത്തുപണി ചെയ്യാൻ വേണ്ടി തുടങ്ങി. കൊത്തുപണി ചെയ്ത് മനോഹരമാക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും, ഒരു ബോണിൽ തുളയൊക്കെ ഇട്ട് പുറത്ത് ഒരു ചിഹ്നമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റിൽ നോക്കുക, കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പഞ്ച് ബ്ലേഡ് ടെക്നിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ കൂടി അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചിത്രം നമുക്ക് പരിശോധിക്കാം. ചിത്രം എ, ഒന്നാമത്തെ ചിത്രം. ഇവിടെ എന്താ കാണുന്നത്? ഹാമർ സ്റ്റോൺ കൊണ്ട് ഒരു കല്ലിൻ്റെ മുകളിൽ, പെബിൾസിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കുകയാണ്. ഒന്നാമത്തെ അല്ലേ, ഹാമർ സ്റ്റോൺ കൊണ്ട് അടിച്ച് അതിൻ്റെ മുകൾ വശം പൊട്ടിച്ച് മാറ്റിയാണ്. അങ്ങനെ ഫ്ലാറ്റ് സർഫേസ് ഉണ്ടായി. പിക്ചർ ബി, എന്താ സംഭവിച്ചത്? ഫ്ലാറ്റ് സർഫേസ്. അങ്ങനെ കല്ലിൻ്റെ പെബിളിൻ്റെ മുകളിൽ ഫ്ലാറ്റ് സർഫേസ് ഉണ്ടായി. സി നോക്കൂ, സിയിൽ എന്താ നടക്കുന്നത്? ഒരു പഞ്ച് ചെയ്യുന്ന ചിത്രമാണ്. പഞ്ച് നമുക്കറിയാം, ഇന്ന് പഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മിക്കവാറും ഇരുമ്പായിരിക്കും. ഇവിടെ എന്താണ് പഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച്? ഒരു കയ്യിൽ പഞ്ച് പിടിച്ചിട്ടുണ്ട്, മറ്റൊരു കയ്യിൽ ഹാമറുണ്ട്, ഹാമർ സ്റ്റോണുണ്ട്. എന്താ പഞ്ച് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചത്? ബോൺ ഓർ ആൻഡ്ലർ. പഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചത് ബോൺ, ഒന്നുകിൽ അസ്ഥിയാണ് അല്ലെങ്കിൽ മാൻ കൊമ്പ് കൊണ്ടാണ് ഇങ്ങനെ പഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഫ്ലാറ്റ് സർഫേസിന് താഴേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്ത് വരുമ്പോൾ ഡി, പിക്ചർ ഡി നിങ്ങൾ നോക്കുക, ഡി കണ്ട പോലെയുള്ള ചെറിയ ബ്ലേഡുകൾ രൂപപ്പെടും, ചെറിയ ചീളുകൾ ഉണ്ടാവും. നമുക്കറിയാം, ഇത് പൊട്ടി ചീളുകൾ ഉണ്ടാവും. ഇതാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലേഡ് എന്തിനായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ കാണുന്ന ഡിയിൽ നിങ്ങൾ ബ്ലേഡ് കണ്ടിട്ടുണ്ടാവും. ഇത് നെയ്വ്സ് ഓർ ചിസിൽസ്, ഇത് കത്തി അല്ലെങ്കിൽ ചിസിൽസ് എന്ന് പറഞ്ഞാൽ ഉളി ആയിട്ടാണ് ഉപയോഗിച്ചത്. അതിൻ്റെ താഴെ സി, നിങ്ങൾ ഡി നമ്മൾ കണ്ടു. ഡിയിൽ എന്താ സംഭവിച്ചത്? ബ്ലേഡുകൾ ഉണ്ടായി. ഇനി ഡി കഴിഞ്ഞ് ഇ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇയിൽ എന്താണ്? ഈ ഒരു അസ്ഥിയാണ്. ആ അസ്ഥിയിൽ ദ്വാരമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിസിൽ ലൈക്ക് ടൂൾസ് ഉപയോഗിച്ചത്. അത് പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് ഉണ്ടായതിന് ശേഷമാണ് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി മനുഷ്യന് സാധിച്ചത്. മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് ആർട്ട്.
ആശയവിനിമയ രീതികൾ, ഭാഷയും കലയും. ലാംഗ്വേജ്, ഭാഷ എങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. Among living beings, humans alone have a language. ജീവി വർഗങ്ങളിൽ മനുഷ്യന് മാത്രമാണ് ഭാഷയുള്ളത്. There are several views on language developments. ഭാഷ ഉണ്ടായതിനെക്കുറിച്ച്, ഭാഷയുടെ വികാസത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. They are: hominid language evolved gestures or hand movements. ഹോമിനിഡുകൾ ഇടയിൽ ഭാഷ ഉണ്ടായത് ആംഗ്യ ഭാഷയിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഹോമിനിഡുകളുടെ ഭാഷ ആംഗ്യ ഭാഷ ആയിരുന്നു. ബിഫോർ സ്പോക്കൺ ലാംഗ്വേജ്, വോക്കൽ ബട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് സിംഗിങ് ഓർ ഹമ്മിങ് ഡെവലപ്ഡ്. സംസാര ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ വാച്യഭാഷ ഉണ്ടായിരുന്നു. സംസാര ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആശയവിനിമയം നടത്താൻ ഒരു വാച്യ ഭാഷ ഉണ്ടായിരുന്നു. ബട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് സിംഗിങ് ഓർ ഹമ്മിങ് ഡെവലപ്ഡ്. പാട്ടുപാടിയും അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും ഹമ്മിങ് മൂളലുകൾ ഉണ്ടാക്കിയൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. ഹ്യൂമൻ സ്പീച്ച് പ്രോബബ്ലി ബിഗൻ വിത്ത് കോൾസ് എമംഗ് പ്രൈമേറ്റ്സ്. പ്രൈമേറ്റുകളുടെ വിളികളിൽ നിന്നാണ്, അല്ലെങ്കിൽ അനുകരണങ്ങളിൽ നിന്നാണ് മനുഷ്യന്റെ ഭാഷ ഒരുപക്ഷെ ഉണ്ടായത്. വെൻ ഡിഡ് സ്പോക്കൺ ലാംഗ്വേജ് ഡെവലപ്ഡ്? എപ്പോഴാണ് ഭാഷ, സംസാര ഭാഷ ഉത്ഭവിച്ചത്? It has been suggested that the brain of Homo habilis had certain features. Homo habilisന്റെ മസ്തിഷ്കത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. The brain of Homo habilis had certain features. Homo habilisന്റെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. which would have made it possible for them to speak. അതുകൊണ്ടാണ് അവയ്ക്ക് സംസാരിക്കാനുള്ള ശേഷി ലഭിച്ചത്. Thus, language may have developed as early as 2 MYA. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെയാണ് ഭാഷ ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ ഭാഷ വികസിച്ചത്. The evolution of vocal tract was equally important. വാചിക മേഖലയുടെ വികാസവും വലിയ പ്രാധാന്യമുണ്ട്. This occurred around 2 lakhs years ago. 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത്. Language developed around the same time as art. That is around 40,000 to 35,000 years ago. ഈ ഭാഷയും കലയും ഒക്കെ ഒരേ കാലത്ത് തന്നെയാണ് ഉണ്ടായത്. 40,000 വർഷത്തിനും 35,000 വർഷത്തിനും ഇടയിലാണ് കലയും ഭാഷയും ഉണ്ടായത്. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് കരുതുന്നത്. ആർട്ട്, കല. Hundreds of the paintings have been discovered in the caves of Lascaux and Chauvet in France and Altamira in Spain. ആദിമ മനുഷ്യരുടെ കലയെക്കുറിച്ച് നമ്മൾക്ക് വിവരം നൽകുന്ന ഗുഹാചിത്രങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ലാസ്കോ, ഷുവേറ്റ്, ഇത് രണ്ടും ഫ്രാൻസിലുള്ള 2 ഗുഹകളാണ് ലാസ്കോ, ഷുവേറ്റ്. അതുപോലെ തന്നെ സ്പെയിനിലുള്ള പ്രശസ്തമായ ഗുഹയാണ് അൾട്ടിമിറ ഇൻ സ്പെയിൻ. നിങ്ങളിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ഇത് അൾട്ടിമിറ കേവ്സിൻ്റെ അകത്തുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ഒരു ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ബൈസനാണ്. ബൈസൺ ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. എന്താണ് ബൈസൺ എന്ന് പറഞ്ഞാൽ? കാട്ടുപോത്തിൻ്റെ ചിത്രീകരിച്ചിട്ടുള്ള, ആദിമ മനുഷ്യർ കാട്ടുപോത്തിനെ വരച്ചു വെച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? അൾട്ടിമിറ കേവ്സിൽ. ദിസ് ഇൻക്ലൂഡ്, ഈ ആദിമ മനുഷ്യർ നടത്തിയ ഈ കല അല്ലെങ്കിൽ ഈ ചിത്രരചനയിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ദിസ് ഇൻക്ലൂഡ്
depiction of the bison, horses, ibex, deer, mammoths, rhinos, lions, bears, panthers, hyenas and owls. ഇതൊക്കെയാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണിത്? ബൈസൺ നമ്മുടെ കാട്ടുപോത്ത്, കുതിര, ഇബക്സ് കാട്ടാട്, മാനുകൾ, മാമത്തുകൾ, കണ്ടാമൃഗം, കരടി, അതുപോലെ തന്നെ സിംഹം, പുള്ളിപ്പുലി, ഹാനസ് കഴുതപ്പുലി, മൂങ്ങ, ഇതൊക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. വി ഹാവ് നോ ഐഡിയ വൈ ദേ മേഡ് ദീസ് പെയിൻറ്റിങ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെയിൻറ്റിങ്ങുകൾ അവർ സൃഷ്ടിച്ചത് എന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. വൺ ഓഫ് ദി എക്സ്പ്ലനേഷൻ ഫോർ ദീസ് പെയിൻറ്റിങ്സ് ഈസ് റിച്വൽ. ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിത്രരചന നടത്തിയിട്ടുള്ളത് എന്നാണ്. The art of painting was a ritual to ensure a successful hunting. വിജയകരമായി വേട്ടയാടലിന് വേണ്ടിയിട്ടുള്ള ഒരു ആചാരമായിരുന്നു ഈ ചിത്രരചന എന്നാണ് പറയുന്നത്. The art of painting was a ritual to ensure a successful hunt. വിജയകരമായ വേട്ടയാടലിന് വേണ്ടിയിട്ടായിരുന്നു. Another explanation is that these caves were meeting place of small groups of people or location for group activities. ഗ്രൂപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ജനങ്ങൾ കൂടിച്ചേരുന്ന ഒരു പ്രദേശമായിരുന്നു അല്ലെങ്കിൽ ഒരു ഗുഹയായിരുന്നു ഇവയെന്നാണ് കരുതുന്നത്. They shared hunting techniques and knowledge. These paintings served as a media for passing information from one generation to the next. അങ്ങനെ അവർ കൂടിച്ചേരുമ്പോൾ അവർ വേട്ടയാടലിൻ്റെ തന്ത്രങ്ങൾ പരസ്പരം കൈമാറി, അറിവുകൾ പരസ്പരം കൈമാറി. ഈ ചിത്രങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു മാധ്യമമായി വർത്തിച്ചു. ഹണ്ടർ ഗാദറർ സൊസൈറ്റീസ് ഫ്രം ദി പ്രസന്റ് ടു ദ പാസ്റ്റ്. നായാടി സമാഹരണ സമൂഹങ്ങൾ വർത്തമാനകാലത്ത് നിന്ന് ഭൂതകാലത്തേക്ക്. സ്റ്റഡീസ് ഓഫ് ആന്ത്രോപോളജിസ്റ്റ് ഹെൽപ്ഡ് അസ് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് പ്രസന്റ് ഡേ ഹണ്ടർ ഗാദറർ സൊസൈറ്റി. വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത് നരവംശ ശാസ്ത്രജ്ഞരാണ്. വെദർ ദ ലൈവ്സ് ഓഫ് പ്രസന്റ് ഡേ ഹണ്ടർ ഗാദറേഴ്സ് കുഡ് ബി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാസ്റ്റ്. ഭൂതകാലത്തെ ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഉപകാരപ്പെടുമോ, സാധിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ കാലത്ത്, വർത്തമാനകാലത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, ഇപ്പോഴും സജീവമായിട്ടുള്ള നായാടി സമാഹരണ സമൂഹങ്ങൾ ഉണ്ട്. ലോകത്ത് പല ഭാഗത്തുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അൻഡമാൻ നിക്കോബാർ ദ്വീപിലൊക്കെ നമുക്കറിയാം നായാടി സമാഹരണ സമൂഹങ്ങളുണ്ട്. ആ സമൂഹത്തെക്കുറിച്ച് പഠിച്ചാൽ ആദിമ മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. There are two opposing views. രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉണ്ട്. Directly applied specific data from present-day hunter-gatherer societies to interpret the archaeological remains of the past. ഭൂതകാലത്തെ ഭൗതിക അവശിഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ നായാടി സമാഹരണ സമൂഹത്തെ, ഇന്നത്തെ നായാടി സമാഹരണ സമൂഹത്തിൻ്റെ ഡാറ്റ അതേപോലെ ഉപയോഗിക്കുന്നുണ്ട്. Some scholars suggested that the hominid sites dated to 2 MYA along with the margin of the Lake Turkana in Africa could have been the dry season camps of early humans. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഹൊമിനിഡുകൾ ആഫ്രിക്കയിലെ തുർക്കാന ലേക്കിൽ, അതിൻ്റെ തീരത്ത് താൽക്കാലിക ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു. Such practices has been observed among the Hadza and Kungsan hunter-gatherer society. ഇതേപോലെ തന്നെ
ഈ ആധുനിക കാലത്ത് അല്ലെങ്കിൽ പ്രസന്റ് ഡേയിലും ഹഡ്സ കുങ്സൻ എന്ന് പറയുന്ന നായാടി സമാഹരണ സമൂഹങ്ങളും ഇതേപോലെ തന്നെ ചെയ്യുന്നതായിട്ട്, താൽക്കാലിക വസതികൾ ഒരുക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. Such a practice has been observed among the Hadza and Kungsan hunter-gatherer society. Some scholars opposed this approach. ഇത്തരത്തിൽ ഈ കാലത്തെ, വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂതകാലത്തെ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ, പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നത് ശരിയല്ല എന്ന് കുറച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. They feel that ethnographic data cannot be used for understanding past societies. ഭൂതകാലത്തെ കുറിച്ച് പഠിക്കാൻ നരവംശാസ്ത്ര വസ്തുതകൾ പര്യാപ്തമല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പ്രസന്റ് ഡേ ഹണ്ടർ ഗാദറർ സൊസൈറ്റി എൻഗേജിങ് സെവറൽ അതർ എക്കണോമിക് ആക്ടിവിറ്റീസ്. വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹങ്ങൾ പല സാമ്പത്തിക പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുണ്ട്. അതായത് കേവലം നായാടി സമാഹരണ സമൂഹങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുണ്ട്. എലോങ് വിത്ത് ഹണ്ടിങ് ആൻഡ് ഗാദറിങ്, എൻഗേജിങ് ഇൻ എക്സ്ചേഞ്ച് ആൻഡ് ട്രേഡ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. നായാടി സമാഹരണ സമൂഹങ്ങൾ നായാടലും സമാഹരണത്തിനോടൊപ്പം തന്നെ ചില വന ഉൽപ്പന്നങ്ങൾ കൂടി കൈമാറ്റം ചെയ്യാറുണ്ട്, അല്ലെ സാമ്പത്തിക ഇടപാടിൽ അവർ ഏർപ്പെടാറുണ്ട്. വർക്കിംഗ് ആസ് പെയ്ഡ് ലേബേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് നെയ്ബറിംഗ് ഫാമേഴ്സ്. തൊട്ടടുത്തുള്ള കർഷകരുടെ വയലിൽ കൂലിവേല ചെയ്യാറുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വർത്തമാനകാലത്തെ നായാടി സമാഹരണ സമൂഹങ്ങൾ നായാടലും സമാഹരണവും മാത്രമായി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് അവരുടെ ഡാറ്റ ഭൂതകാലത്തെ കുറിച്ച് പഠിക്കാൻ, ഭൂതകാലത്തെ അല്ലെങ്കിൽ ആദിമ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ സഹായകരമല്ല എന്നാണ് പറയുന്നത്. Moreover, these societies are totally marginalized to all sense, geographically, politically and socially. ഇന്നത്തെ വർത്തമാന നായാടി സമാഹരണ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ തീർത്തും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. എങ്ങനെയൊക്കെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്? ജോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായി, പൊളിറ്റിക്കലി, രാഷ്ട്രീയമായി, സോഷ്യലി, സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ നായാടി സമാഹരണ സമൂഹങ്ങൾ. The conditions in which the life are very different from those of early humans. The conditions in which they live are very different from those of early humans. ആദ്യകാല മനുഷ്യർ ജീവിച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. There are variation among living hunter-gatherer societies. ഈ നായാടി സമാഹരണ സമൂഹങ്ങൾ തമ്മിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്. There are conflict in data on many issues. ചില പൊരുത്തക്കേടുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. The relative importance hunting gatherer groups. നായാടി സമാഹരണ സമൂഹത്തിന് നായാടലിനും സമാഹരണത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഹണ്ടിങ് ഗാദറർ, നായാടലിനും സമാഹരണത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം വ്യത്യസ്തമാണ്. ഗ്രൂപ്പ് സൈസ്, അവരുടെ ഗ്രൂപ്പിൻ്റെ വലിപ്പത്തിൽ സമൂഹത്തിൻ്റെ വലിപ്പത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മൂവ്മെന്റ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള അവരുടെ സഞ്ചാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹണ്ടർ ഗാദറേഴ്സ് സൊസൈറ്റിയെക്കുറിച്ച്, ഇന്നത്തെ ഹണ്ടർ ഗാദറേഴ്സ് നായാടി സമാഹരണ സമൂഹത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ആദിമ മനുഷ്യരെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് വാട്ട് ഈസ് ആന്ത്രോപോളജി,
What is anthropology? Anthropology is a discipline that studies human culture and evolutionary aspects of human biology. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യ സംസ്കാരം, മനുഷ്യ ശരീരത്തിന്റെ പരിണാമപരമായ തലങ്ങൾ എന്നിവ പഠിക്കുന്ന വിജ്ഞാന ശാഖയാണ് നരവംശ ശാസ്ത്രം. Ethnography. What is ethnography? Ethnography is the study of contemporary ethnic groups. It includes an examination of their modes of livelihood, technology, gender roles, rituals, political institutions and social customs. Ethnography എന്ന് പറഞ്ഞ വംശീയ ശാസ്ത്രം സമകാലീന വംശീയ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ്. അവരുടെ ജീവസന്ധാരണ രീതികൾ, സാങ്കേതികവിദ്യ, ലിംഗപരമായ ധർമ്മങ്ങൾ, ആചാരങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമൂഹ്യ ആചാരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ്. അതിനെയാണ് എത്നോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മൾ എത്നോഗ്രാഫി എന്നാൽ എന്തെന്ന് പഠിച്ചു, ആന്ത്രപ്പോളജി എന്നാൽ എന്താണെന്ന് പഠിച്ചു.